കർണാടകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമാണ് മൈസൂർ. ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മൈസൂർ. മഹിഷപുരം എന്ന സംസ്കൃത വാക്ക് ലോപിച്ചാണ് മൈസൂർ എന്ന വാക്കുണ്ടായത്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈസൂരിൽ തേരപ്പാര. മൈസൂർ ടൗണിലുള്ള പ്രധാനപ്പെട്ട വിനോദസഞ്ചാരങ്ങളാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാർ മ്യൂസിയവും സുഗവനയും അതേപോലെ തന്നെ ചാമുണ്ഡേശ്വരി ഹില്ലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ സൂ ഉണ്ട്, പാലസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ മൈസൂരിൽ കാണാനുണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൈസൂർ ടൗണിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതാണ്. മൈസൂർ ടൗണിൽ നമുക്ക് നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പം മൈസൂർ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ, ടൗണിലോട്ട് കടന്നിട്ടില്ല, അല്ലാത്ത സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് റോയ് 3R വീഡിയോസ്. മൈസൂരിൽ തേരപ്പാര. ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് നമുക്ക് കാഴ്ചകളിലോട്ട് പോകാം. ഈ മൈസൂർ വാക്ക് വെച്ചിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. മൈസൂർ പാക്ക്, മൈസൂർ മസാല ദോശ, മൈസൂർ സാൻഡൽ സോപ്പ്, മൈസൂർ ഇങ്ക്, മൈസൂർ പീറ്റ്, മൈസൂർ സിൽക്ക്, അങ്ങനെ മൈസൂരിനെ ആസ്പദമാക്കിയിട്ട് ഒരുപാട് സംഭവങ്ങൾ വ്യാവസായിക സ്ഥലത്തിലുമുണ്ട്, ഫുഡ് ഐറ്റംസിലൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റേഡിയോ സ്റ്റേഷൻ അത് നമ്മുടെ മൈസൂരിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെ പശുക്കൾ ഉണ്ടാവും. ഞാൻ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മഹിഷപുരം എന്ന സംസ്കൃത വാക്ക് ലോപിച്ചാണ് മൈസൂർ എന്ന വാക്കുണ്ടായിരുന്നത്. മഹിഷ എന്ന വാക്കിൻ്റെ അർത്ഥം എരുമ എന്നാണ്. പണ്ട് മൈസൂർ എന്ന നഗരത്തിൻ്റെ പേര് എരുമയൂര് എന്നായിരുന്നു. അത് പിന്നീട് മഹിഷപുരമായി
മഹിഷാപുരം പിന്നീട് ലോപിച്ച് മൈസൂർ ആയി. അതാണ് ഇപ്പോഴത്തെ മൈസൂർ. ഞാനതാ പശു ക്രോസ് ചെയ്യുന്ന കണ്ടത്, ഇതിനെ കണ്ടില്ല. നമ്മൾ ഈ കർണാടകത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ പോയാൽ കാണുന്നൊരു കാഴ്ചയാണ്. രണ്ട് വശവും മരങ്ങളുണ്ടാവും. ആ മരങ്ങളുടെ നടുവിലൂടെയുള്ള യാത്ര നല്ല രസമായിരിക്കും. അത് നമ്മുടെ മൈസൂർ ടൗണിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ അതിലൂടെയൊക്കെ ഒരുപാട് ചുറ്റിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മൈസൂരിലെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ കണ്ടു നോക്കിക്കോളൂ. അധികമാരും പോകാത്ത ശുഗവന, അതുപോലെ കാർ മ്യൂസിയം, അതുപോലെ ചാമുണ്ടേശ്വരി ക്ഷേത്രം, ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് അടിക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ലേ. അപ്പം മൈസൂർ നഗരത്തിലെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറ്റൊരു കാഴ്ചയുമായി വീണ്ടും വരാം. നമ്മുടെ മൈസൂരിലെ ലാസ്റ്റ് വീഡിയോ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.